ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഈ ഫ്ലൈറ്റുകൾക്ക് ഡീഐസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? സ്നോയുള്ള രാജ്യങ്ങളിൽ ഈ ഫ്ലൈറ്റ് മണിക്കൂറുകളോളം കിടന്നു കഴിയുമ്പോഴത്തേക്കും സ്നോ വന്ന് അതിനുശേഷം ചെറിയ മഴയൊക്കെ വരികയാണെങ്കിൽ ഈ ഐസ് വെള്ളം വന്നതിന് ശേഷം അത് കട്ട പിടിക്കും. അത് ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് ഫ്ലൈ ചെയ്യാനായിട്ട് വിങ്സ് ഒന്നും ചില മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ മെഷീൻ പാർട്സിലൊക്കെ വരാൻ സംഭവിക്കാം. അപ്പോൾ ആളുകളുടെ ചെക്ക് ഇൻ കഴിഞ്ഞ് ഫ്ലൈറ്റ് റൺവേയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ തന്നെ നിർത്തി കഴിഞ്ഞിട്ട് ഡീഐസർ ഇതുപോലെ വണ്ടികളിൽ വന്നിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം പർട്ടിക്കുലർ ടൈം അവിടെ നിർത്തും. അതിനുശേഷം അത് മെൽറ്റായി കഴിയുമ്പോഴാണ് ഫ്ലൈ ചെയ്ത് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് അവർ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് ചിക്കാഗോ എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ പറ്റി. അപ്പോൾ നിങ്ങളുമായിട്ട് ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാനാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം, നമ്മുടെ രാജ്യത്ത് അധികം ഇല്ലാത്തൊരു സംഭവമാണ്, അപ്പോൾ അല്ലെങ്കിൽ ആവശ്യം വരാത്തൊരു സംഭവമാണ്. അപ്പോൾ ഫുൾ മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിലിരുന്നത് കാണാൻ പറ്റും ആ പെർട്ടിക്കുലർ സ്നോയുള്ള ഇതുപോലെയുള്ള സമയങ്ങളിൽ.